ഹലോ, ഹായ്. ഹായ്. എങ്ങനെയാണ് എല്ലാവരും? സുഖമായിട്ടിരിക്കുകയാണോ? ഞാൻ വളരെ സുഖമായിട്ടിരിക്കുന്നു. ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, ഫ്രം ലിറ്ററേച്ചർ ടു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിന് ശേഷം കുറേ ഷോർട്സ് കാര്യങ്ങളൊക്കെയാണ് ഇട്ടത്. പിന്നെ എനിക്ക് വീഡിയോസൊന്നും ഇടാനായിട്ട് പറ്റിയില്ല. സോ ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് അബൌട്ട് മൈ കോളേജ് ലൈഫിനെ കുറിച്ചാണ്. കോളേജ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോളേജ് ലൈഫുണ്ട്. ഡിഗ്രി, PG. അപ്പം ഡിഗ്രി ലൈഫിനെ കുറിച്ചാണ് നമുക്ക് വളരെ ഷോർട്ടായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. PG ലൈഫിനെ കുറിച്ചാണെങ്കിൽ ഒരുപാട് പറയാൻ കാണും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ റെസ്പോൺസ് എന്താണെന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോ നമുക്ക് എടുക്കാം. ഓക്കെ. സോ ബേസിക്കലി ഞാൻ ഡിഗ്രി പഠിച്ചത് മന്നം NSS കോളേജിലാണ് ഞാൻ ഡിഗ്രി പഠിച്ചത്. അത്ര പോപ്പുലറായിട്ടുള്ളൊരു കോളേജൊന്നും അല്ല കേട്ടോ. ആൻഡ് ഇപ്പോൾ ആ കോളേജ് ഇല്ല. മാനേജ്മെൻറ്റിൻ്റെ ഇതൊക്കെയോ ഇതും ആയിട്ട് കോളേജ് അടച്ചു. സോ അതൊക്കെ നമുക്ക് സങ്കടമുള്ള കാര്യമാണ്. ഫങ്ഷനിങ് അല്ല ഇപ്പോൾ. ഓക്കെ. അപ്പോൾ ഞാൻ 12th സയൻസ് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ സയൻസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ്. ബയോ കിട്ടുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ബയോ കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഹ്യൂമാനിറ്റീസ് പഠിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ആസ് പെർ ദ സൊസൈറ്റി നോം, എ പേഴ്സൺ ഹൂ ഈസ് സ്റ്റഡിയിങ് ഹ്യൂമാനിറ്റീസ് ഈസ് സംവൺ ഹൂ സ്കോർഡ് ലെസ് മാർക്സ്. സോ ആ ഒരു ഇതിൽ എന്നെ ആൾക്കാർ ആരും ഹ്യൂമാനിറ്റീസ് എടുക്കാൻ അത്ര പ്രോത്സാഹിപ്പിച്ചില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കമ്പ്യൂട്ടർ സയൻസ് എടുത്തു. കമ്പ്യൂട്ടർ സയൻസ് എനിക്ക് 12th കഴിഞ്ഞിട്ട് സയൻസ് എടുക്കണമെന്ന് പലരും പറഞ്ഞു. എനിക്ക് പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് തന്നെ മെഡിക്കൽ ഫീൽഡ് വളരെയധികം കുറവാണ്, ഭയങ്കര കുറവ്. നമുക്ക് അത്ര നല്ല ബേസിക് ആയിട്ടുള്ള നഴ്സിംഗ് അങ്ങനെ എനിക്ക് അത്ര അറിവില്ല ഇതിൽ. പക്ഷേ ബയോളജി എടുത്തവരുടെ അത്രയും നമുക്ക് മെഡിസിൻ്റെ ഫീൽഡിലേക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പോഴും അപ്പോൾ എന്നോട് ആൾക്കാർ BSc കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുക്കാൻ പറഞ്ഞവരുണ്ട്, BCom ചൂസ് ചെയ്യാൻ പറഞ്ഞവരുണ്ട്. പക്ഷേ എനിക്ക് കൊമേഴ്സ് ഒന്നും അറിയില്ല. പിന്നെ എങ്ങനെ ഞാൻ BCom എടുക്കും? ജസ്റ്റ് ഞാൻ വളരെ അഡമൻ്റായിരുന്നു എനിക്ക് ലിറ്ററേച്ചർ പഠിക്കണമെന്ന്. പക്ഷേ ലിറ്ററേച്ചർ വിഷയം കിട്ടണമെങ്കിൽ ടോപ്പ് മാർക്ക് വേണം, നല്ല മാർക്ക് വേണം ലിറ്ററേച്ചർ കിട്ടണമെങ്കിൽ. ഓക്കെ. നല്ല മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് 90% കിട്ടിയ കുട്ടികളൊക്കെ ഫസ്റ്റ് ഓപ്ഷൻ ലിറ്ററേച്ചറാണ് വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കിട്ടും, പെട്ടെന്ന് കിട്ടും. ഞാൻ ഒരുപാട് കോളേജസൊക്കെ വെച്ചു, പക്ഷേ എനിക്ക് എന്ത് ചെയ്തില്ല, എനിക്ക് ഗവൺമെൻറ് കോളേജുകളൊന്നും കിട്ടിയില്ല. ബിക്കോസ് ഇറ്റ്സ് റിയലി ടഫ്. എനിക്ക് ഇംഗ്ലീഷിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, നല്ല സ്കോർ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ബാക്കി സബ്ജക്റ്റിന് മാർക്ക്, അപ്പം മൊത്തത്തിലുള്ള മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലെനിക്ക് വളരെയധികം ഇൻഡെക്സ് മാർക്ക് എനിക്കൊന്ന് 1143 അങ്ങനെ എന്തോ ആണ് എൻ്റെ ഇൻഡെക്സ് മാർക്ക് വന്നത്. അപ്പോൾ എനിക്ക് ട്രയൽ, ഇപ്പം ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ആൾക്കാരിങ്ങനെ പറയുന്നത് ഇങ്ങനെ ഇംഗ്ലീഷ് എടുക്കരുത്, ബിക്കോസ് കമ്പാരിറ്റീവ്ലി ബോയ്സ് ലിറ്ററേച്ചർ എടുക്കുക അങ്ങനെയുള്ളതൊന്നും എല്ലാവരും ഒന്നും അതുമായിട്ട് പറഞ്ഞില്ല. കുറേ കൂടി ബുക്സ് അങ്ങനെയൊക്കെ ആണല്ലോ. അപ്പം കുറേ കൂടി എൻജിനീയറിങ് ചൂസ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്ക് ഫിസിക്സ് മാത്സ് ഇത് പറ്റില്ല. ഓക്കെ. ഫിസിക്സ് മാത്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ് പിന്നെയും ഞാൻ ചെയ്തെടുക്കും. പക്ഷേ അതിപ്പോഴും +1 മാത്സ് എനിക്ക് ഈസി ആയിരുന്നു. +2 മാത്സ് എനിക്ക് തീരെ പറ്റാത്ത കാര്യമായിരുന്നു. അപ്പോൾ അതെനിക്ക് തീരെ പറ്റില്ല. അപ്പോൾ എൻജിനീയറിങ് എടുത്തു കഴിഞ്ഞാൽ ഫിസിക്സ് പഠിക്കണം, മാത്സ് പഠിക്കണം, അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് വന്ന ഒരു ഇതാണ് ലോ ഡിഗ്രി എടുക്കണമെന്നുള്ളത്. പക്ഷേ അതിന് എൻട്രൻസ് ഉണ്ട്, എൻട്രൻസ് എഴുതി കിട്ടണം. 5 year ആണ്. അപ്പം പക്ഷേ എനിക്കിപ്പോൾ ജേർണലിസം പഠിക്കണം എന്നൊക്കെ ഒരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജേർണലിസത്തിനും എനിക്ക് സീറ്റ് കിട്ടിയില്ല. അതാണ് രസം, ജേർണലിസത്തിന് എനിക്ക് സീറ്റ് കിട്ടിയില്ല. കൊല്ലം കോളേജിലാണ് ഞാൻ BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷന് കൊടുത്തിട്ട് എനിക്ക് അവിടെയും കിട്ടിയില്ല. അപ്പം ഞാൻ ഈ ട്രയൽ കൊടുത്തിട്ട് എനിക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ വന്നില്ല. അപ്പോൾ എനിക്ക് പേടിയായി, ട്രയലിൽ എവിടെയും കിട്ടിയില്ല എങ്കിൽ എന്നെ ഇവർ ഇനിയിപ്പോൾ എനിക്ക് ഒന്നിനും പോകാൻ പറ്റാതെ വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ
എൻ്റെ ഇൻഡെക്സ് മാർക്കിനേക്കാളും കുറവുള്ള ഒരാൾക്ക് ഞാനിപ്പോൾ പഠിച്ച മന്നം NSS കോളേജ് എന്ന് പറഞ്ഞിടത്ത് അവിടെ അഡ്മിഷൻ കൊടുത്ത് അവിടെ അവർക്ക് ട്രയലിൽ അവിടെ കിട്ടി. ഇയാൾക്ക് എന്നുവെച്ചാൽ എൻ്റെ ഇൻഡെക്സ് 1126 മാർക്കാണ് എനിക്ക്. എൻ്റെ ഇൻഡെക്സിനേക്കാളും കുറവായിട്ട് ഇവനോട് അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഇവിടെ കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ അഞ്ചലാണ്. കോളേജ് ഏതാണെന്നറിയില്ല, എങ്ങനെയാണെന്നറിയില്ല, ഒന്നും അറിയില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ എനിക്ക് അവിടെ അഡ്മിഷൻ വന്നു. അപ്പോൾ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ ഫീസ് കൊടുക്കണം കേട്ടോ. അതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. അപ്പോൾ അവിടെ ഫീസ് കൊടുക്കണം. ഫീസ് കൊടുത്ത് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി പഠിക്കുന്നതിന് കുറേ പേരൊക്കെ എതിർത്തു. ജെൻഡർ രീതിയിൽ പറയുകയൊന്നുമല്ല. ബോയ്സ് ആണെങ്കിൽ കുറച്ചും കൂടെ എൻജിനീയറിങ് അങ്ങനെ ഇത് വേണം, അങ്ങനെയൊക്കെ കുറേ ഡയലോഗൊക്കെ ഞാൻ ആ സമയത്തൊക്കെ കേട്ടു. പിന്നെ എന്തായാലും എൻ്റെ തീരുമാനത്തിൻ്റെ കൂടെ എൻ്റെ വീട്ടുകാർ നിന്നു കേട്ടോ. അതൊക്കെ ആൾക്കാർ പറയുന്നത് പറഞ്ഞാൽ ഔട്ട് ഓഫ് കൺസേൺ ആണ് പറയുന്നത്. കാരണം അറിയില്ല, നമുക്ക് ജോലി ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ പോളിടെക്നിക്കിന് പോകാനൊക്കെ അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് പഠിക്കാൻ പറ്റില്ല. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തല കുത്തി നിന്നാലും, കാരണം +2 എങ്ങനെയാണത് പഠിച്ചെടുത്തതെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ തല കുത്തി നിന്നാലും ഡിഗ്രി അതൊക്കില്ല എന്ന് പൂർണ്ണ ബോധ്യമായിട്ടല്ലോ ഞാനിരിക്കുന്നത്. അപ്പം ഫിസിക്സൊക്കെ എടുക്കാൻ പറഞ്ഞവരുണ്ട്. ഫിസിക്സ് കിട്ടണമെങ്കിൽ ടോപ്പ് മാർക്ക് വേണം. അപ്പോൾ എന്തായാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇതിന് കൊടുത്തു. പിന്നീട് കോളേജ് ചേഞ്ച് ഒന്നും ഞാൻ കൊടുത്തില്ല. അപ്പോഴത്തേക്കും എല്ലാവർക്കും ഓക്കെ ആയി. ക്ലാസ്സസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നോട്ട്സും കാര്യങ്ങളും എല്ലാം കിട്ടാനായിട്ട് തുടങ്ങി. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്സിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു ലക്ഷ്മി മിസ്സ്. ക്ലാസ് ടീച്ചറായിരുന്നു. മിസ്സായിരുന്നു കോളേജിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ടീച്ചേഴ്സിൽ ഒരാളായിരുന്നു. പിന്നെ താനാൻ മിസ്സ്, മോഹൻ സാറ്, രാധാകൃഷ്ണൻ സാറ്, അങ്ങനെ കുറേ പേര്. പൊളിറ്റിക്സ് ആയിരുന്നു എൻ്റെ സബ് വന്നത്. അവിടെ വളരെ ചെറിയൊരു കോളേജാണ് എൻ്റെ കോളേജ്. അവിടെ BA ഇംഗ്ലീഷ്, BCom ഫിനാൻസ്, കോർപ്പറേഷൻ, ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, ഫിനാൻസ്, കോർപ്പറേഷൻ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. പിന്നെ MAയും MCOMും ഞങ്ങൾ തേർഡ് ഇയർ ആയപ്പം MAയും MCOMും അവിടെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അത് ഞങ്ങൾ വന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഫൈനൽ ഇയർ ആയപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അപ്പോൾ അങ്ങനെ എനിക്ക് കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. ഞാൻ എൻ്റെ പൊതുവെയുള്ള സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം ചെല്ലുമ്പോഴേ എനിക്ക് അറിയാവുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. കാരണം പണ്ട് എൻ്റെ കൂടെ ഞാൻ സെൻറ്റ് ജോർജ് സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ കൂടെ പഠിച്ച 2-3 പേരുണ്ടായിരുന്നു. ഞാൻ അവരുടെ കൂടെ ഒട്ടി ഇങ്ങനെ നടക്കാനായിട്ട് തുടങ്ങി. എനിക്ക് ആരെങ്കിലുമൊക്കെ വേണം എല്ലാ കാലത്തും. ഒറ്റയ്ക്ക് നടക്കുന്നത് ഇപ്പോഴാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ആണെങ്കിലും നടക്കും. അന്നങ്ങനെയല്ലല്ലോ. കമ്പാരിറ്റീവ്ലി ഗേൾസ് ആയിരുന്നു കൂടുതൽ. എല്ലാവരും ടീച്ചർ ആവണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജേർണലിസ്റ്റ് ആവണം അങ്ങനെ പറഞ്ഞു. എൻ്റെ കൂടെ 12th പഠിച്ച അഭിജിത്ത് എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ട്. അവനും ഇതേ കോളേജിൽ തന്നെ BA ഇംഗ്ലീഷിന് വന്ന് അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവനും ജേർണലിസ്റ്റ് ആവണം എന്നൊക്കെ തന്നെയാണ് അവൻ പറഞ്ഞത്. ഇപ്പോൾ അവൻ നാട്ടിലില്ല, അവൻ പുറത്തെവിടെയോ പോയി. ഓക്കെ, എല്ലാവരും ഡ്രീംസ് ചേസ് ചെയ്ത് പോട്ടെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ പതിയെ എനിക്കൊരു ഗ്യാങ് വരാൻ തുടങ്ങി. ഞാനും പ്രത്യുഷും ആദ്യം ഫ്രണ്ട്സായി. അത് കഴിഞ്ഞിട്ട് ഞാനും പ്രത്യുഷ്, അതിലേക്ക് അതുൽ വന്നു, ഷിനു വന്നു, പ്രവീൺ വന്നു. അപ്പം ഞങ്ങൾ 5 പേരായി. ഞങ്ങൾ 5 പേരും ഒരുമിച്ച്. ഓക്കെ, ഈ 5 പേരും ഭയങ്കരമായിട്ട് തിക്കായിട്ടുള്ള ഫ്രണ്ട്സാണ് ഇപ്പോഴും. അജോയും ഉണ്ട് കേട്ടോ, അജോയും ഉണ്ട് ഈ കൂട്ടത്തിൽ. അജോയും ഉണ്ട്, അവൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അപ്പം ഞങ്ങൾ 6 പേര് തിക്ക് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പം ഞാൻ ആദ്യത്തെ ഒരു ആഴ്ചയൊക്കെ എങ്ങനെയായിരുന്നെന്ന് പറഞ്ഞാൽ കോളേജ് വിട്ടാൽ ആ സ്പോട്ടിൽ ഞാൻ കോളേജിൽ നിന്ന് കുറച്ച് ദൂരം നടന്നാലേ ബസ് സ്റ്റാൻഡ് എത്തൂ. ഓക്കെ, അപ്പോൾ കുറച്ച് ദൂരം കുറേ നടക്കാനുണ്ട്. അപ്പം കോളേജ് വിട്ട് കഴിഞ്ഞാൽ 15 മിനിറ്റിനുള്ളിൽ എൻ്റെ നടപ്പ് ഭയങ്കര സ്പീഡിൽ നടന്ന് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ബസ് സ്റ്റാൻഡിൽ വരും. അവിടെ നിന്ന് അപ്പം അങ്ങനെ നിന്ന് ഞാൻ ഈ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ വന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ചിലപ്പോഴൊക്കെ പ്രത്യുഷ് വണ്ടി കൊണ്ടുവരും. ഷിനുവിൻ്റെ കയ്യിൽ ബൈക്ക് ഉണ്ടാവും, പ്രവീണിൻ്റെ കയ്യിൽ ബൈക്ക് ഉണ്ട്, ചിലപ്പോൾ അതുലിൻ്റെ കയ്യിൽ വണ്ടി ഉണ്ടാവും. അപ്പം ഞങ്ങൾ ലിഫ്റ്റൊക്കെ അടിച്ച് അങ്ങനെയൊക്കെ പോവും. അല്ലെങ്കിൽ നടന്നു പോകുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് നടന്നു പോവും. രാവിലെ വന്നിറങ്ങുമ്പോൾ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയിട്ട് വിളിക്കും, എടാ നീ എവിടെ എത്തി എന്ന് വിളിക്കും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ആയിട്ട് തുടങ്ങി. പിന്നെ വേറൊരു വലിയ കാര്യം, ഫസ്റ്റ് ഡേയിൽ, അതായത് കോളേജിലെ ഫസ്റ്റ് ഡേ ആണ്, എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കൂടെ ഒരു മനുഷ്യ കുഞ്ഞു പോലും വന്നില്ല. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും പേരൻസിനെയും കൊണ്ട് വന്നേക്കുന്നു, എൻ്റെ കൂടെ ആരുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ
ഉള്ളത്. പിന്നെ ഞാൻ കണ്ടത് നമ്മളെക്കാളും പ്രായം കൂടിയ ആൾക്കാർ 1-2 വയസ്സിന് ഇപ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോയിട്ട് കിട്ടാതെ വന്നൊരു കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർ അങ്ങനെ ആ ഒരു ഇതിൽ ലൂപ്പിൽ നമ്മളങ്ങ് പെട്ടുപോയി. ഞാൻ ഭയങ്കര സ്റ്റൂഡിയസ് ആയിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത് ഡിഗ്രിക്ക് വേണ്ടിയിട്ടാണ്. എനിക്കൊന്ന് MBA ചെയ്യുമ്പോൾ പോലും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടില്ല. രാവും പകലും ഉറക്കം പൊളച്ചിരുന്ന് പഠിച്ചാണ് ഞാൻ ഡിഗ്രി പാസ്സായത് ഗൈസ്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ആ എഫേർട്ട് പിന്നെ എനിക്ക് എവിടെ ഇടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ റിഗ്രറ്റ്. ഇപ്പോഴും എൻ്റെ നോട്ട്സ് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാം. അത്രയും ക്ലിയർ കട്ട് നോട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മറന്നുപോയി എന്നുള്ളതാണ്. എസെക്സ്, വെസെക്സ്, ഈസ്റ്റ് ആംഗ്ലിയ, നോർത്തംബ്രിയ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ 6 ഇതുണ്ട്. കിങ് ആൽഫ്രഡ് ആയിരുന്നു ആദ്യത്തെ രാജാവ്. ഒരു ഇംഗ്ലണ്ടിൻ്റെ ചരിത്രം അത് കംപ്ലീറ്റ് പഠിക്കും നമ്മൾ. റൊമാൻറ്റിക് എറ അങ്ങനെയൊക്കെ പറഞ്ഞ ബുക്സ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ബുക്സിൻ്റെ കളക്ഷൻ എൻ്റെ കയ്യിൽ ഒരുപാട് ബുക്സ് ഞാൻ ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ബുക്സിൻ്റെ കളക്ഷൻ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇപ്പോഴും ബുക്സ് വാങ്ങാറുണ്ട്. അപ്പം ബുക്സ് കളക്ഷനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ അത് എന്താണെന്ന് വെച്ചാൽ ഞാനത് അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ കോളേജിൽ ചേർന്നു. ഈ ഗ്യാങ് ഞങ്ങൾ ഒരാൾക്ക് പോലും ഉപദ്രവം ഉണ്ടാകാതെയാണ് ഞങ്ങൾ ഒരുമിച്ച് നടക്കും. ഞങ്ങൾ ആരുടെയും കൂടെ ഒന്നിനും പോവില്ല. അങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, പതിയെ ആ കോളേജ് വളരെ ചെറിയൊരു കോളേജാണെങ്കിലും ആ വർഷം ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ഇംഗ്ലീഷിലായാലും BCOമിലായാലും ഒക്കെ അഡ്മിഷൻസ് ഉണ്ടായി. BCOമിൽ 3 ബാച്ച് ഉള്ളതുകൊണ്ട് തന്നെ അവർ ഭയങ്കര സ്ട്രെങ്ത് കൂടുതലാണ്. അപ്പോൾ അഡ്മിഷൻസൊക്കെ ഒരുപാടുണ്ടായി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ അവിടെ ലിറ്റററി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഓർക്കണം, ആ കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ ലിറ്റററി ഫെസ്റ്റാണ് അത്. അത്യാവശ്യം സക്സസ്ഫുൾ ആക്കി. ഞങ്ങളൊരു ഡ്രാമയൊക്കെ, ഷേക്സ്പിയറിൻ്റെ ഒരു ഡ്രാമയൊക്കെ ഞങ്ങൾ ചെയ്തു. അതിൽ ഞാനൊരു രാജാവിൻ്റെ വേഷമൊക്കെ ആണ് അന്ന് ചെയ്തത്. ഞാൻ പ്രത്യക്ഷം ഉണ്ടായിരുന്നു അതിനകത്ത്. ദിസ് ഈസ് ഇല്ലീറിയ മൈ ലേഡി എന്നൊക്കെ പറഞ്ഞ അവരൊരു ഡയലോഗൊക്കെ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴും കിടപ്പുണ്ടോ ആ പിക്ചർ. ഇപ്പോഴും ഒരു ഗ്ലൗസൊക്കെ കയ്യിലൊക്കെ ഇട്ടിട്ട് ഞാൻ രാജാവിൻ്റെ, എന്ന് വെച്ചാൽ അന്ന് നമ്മൾ ഈ സീരീസൊക്കെ കണ്ടു തുടങ്ങുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതിലൊക്കെ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ അവരുടെ കയ്യിലൊരു ഗ്ലൗസൊക്കെ കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് അത്. പിന്നെ നന്ദന എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. അവളതിനകത്ത് ഒരു ലേഡി, അവർ എന്താണ് ആരോ അവരെ കൊല്ലാൻ അങ്ങനെ എന്തോ നോക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരൊരു തീരത്തടിയാണ്. തീരത്തടിങ്ങിയിട്ട് അവർ രക്ഷപ്പെടാൻ വേണ്ടി ആണായിട്ട് വേഷം കിട്ടുന്നതാണ് എൻ്റെ കഥ. അത് MAക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയില്ല. MAക്കാർക്ക് അത് പഠിക്കാനുണ്ട്. അയ്യോ ഞാൻ മറന്നുപോയി അതിൻ്റെ പേര്. സോറി ഗൈസ്, ഞാൻ ലിറ്ററേച്ചർ ഗ്രാജുവേറ്റ് ആണ്. നിങ്ങൾ ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇങ്ങനെയൊക്കെ ആയിപ്പോൾ എന്ത് ചെയ്യാനാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഓണം കളർഫുൾ. ഞാൻ ഗൈസ് ട്രസ്റ്റ് മീ, മുണ്ടൊക്കെ മടക്കി കുത്തിയൊക്കെയാണ് ഞാനുള്ളത്. കാരണം എൻ്റെ കൂടെയുള്ള ഈ 5 പേരുണ്ടല്ലോ, ഞങ്ങളെ ഗ്യാങ്ങിനെ ഞാൻ വിളിച്ച പേര് A³ P² S⁻1 എന്നാണ്. അർജുൻ, അജോ, അതുൽ, പ്രത്യുഷ്, പ്രവീൺ, ഷിനു. A³ P² S⁻1. അപ്പം ഈ ഒരു ഗ്യാങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇവന്മാർ കോൺഫിഡൻറ്റ്. എന്നെ ഇവന്മാർ എന്ന് വെച്ചാൽ ഇവരെല്ലാം, ഞാൻ അത്യാവശ്യം എനിക്ക് ഹൈറ്റ് കുറവാണ്. അപ്പോൾ ഇവരെന്നെ നല്ല പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ട് നടക്കും. എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും. NSSൽ ചേരാനുള്ളത് വന്നപ്പോഴത്തേക്ക് പ്രത്യുഷ് എടാ ഞാനില്ല, ഷിനുവില്ല, ഇവരാരുമില്ലെങ്കിൽ ഞാനുമില്ല. അങ്ങനെ എനിക്ക് ഇവർ ഭയങ്കര കംഫർട്ട് സോൺ ആയിപ്പോയി. എല്ലാ കാലത്തും എൻ്റെ കംഫർട്ട് സോൺ ഇവരാണ്. സ്റ്റിൽ ഞങ്ങൾ 2022 ഞങ്ങൾ പാസ് ഔട്ട് ആവുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത് 2019 നിങ്ങൾ ആലോചിക്കണം. 7 വർഷമായി. ഓക്കെ, 7 ഇയേഴ്സ് ആയിട്ട് ഇപ്പോഴും ഞങ്ങൾ ഏറ്റവും അടുത്ത ഫ്രണ്ട്സാണ്. ഞങ്ങൾ 6 പേരും ഇപ്പോഴും ഏറ്റവും അടുത്ത ഫ്രണ്ട്സാണ്. പിന്നെ ഓണം, ക്രിസ്മസ് ഉണ്ടാകും. ഓണം പ്രോഗ്രാം, ക്രിസ്മസ് സെലിബ്രേഷൻ, ലിറ്റററി ഫെസ്റ്റ്. പിന്നെ ആ ലിറ്റററി ഫെസ്റ്റിൻ്റെ സക്സസ്സിലൂടെ മാഗസിൻ ഉണ്ടാക്കണമെന്ന് പറയുന്നു. പിന്നെ കോളേജിലൊരു ക്യാൻറ്റീനൊക്കെ സെറ്റ് ചെയ്യാന്നുള്ളത് മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്നു. എല്ലാം ആയി. അതിനിടയിൽ ഫസ്റ്റ് സെം എക്സാം വരുന്നു. ഫസ്റ്റ് സെം എക്സാം തകർത്ത് എഴുതി. ഭയങ്കര പേടിയുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി എക്സാം ആദ്യമായിട്ട് 3 മണിക്കൂറൊക്കെ എക്സാമാണ്. അപ്പം ഇഷ്ടം പോലെ എഴുതാനുണ്ട് കേട്ടോ. ലിറ്ററേച്ചർ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ള കാര്യം,
നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എഴുതണം. നിങ്ങൾ എഴുതി ഫലിപ്പിച്ചാലേ നിങ്ങൾ പാസ്സാവും. അപ്പോൾ എനിക്ക് പൊളിറ്റിക്സ് ആയിരുന്നു എനിക്ക് ഏറ്റവും പാടായിട്ടുള്ളൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. പൊളിറ്റിക്സ് എനിക്ക് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ പൊളിറ്റിക്സിന് ഫെയിലാവുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫെയിലൊന്നും ആയില്ല ഗൈസ്. റിസൾട്ട് 1 വർഷം കഴിഞ്ഞാണ് വന്നത്, അത് വേറെ കാര്യം, ആ കഥ പറയാം. അങ്ങനെ ഫസ്റ്റ് സെം എക്സാം കഴിഞ്ഞ് ജോലിയായി കോളേജിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഗൈസ് അത് സംഭവിച്ചത്. പറയുകയാണ്, ലോകത്താകമാനം ഒരു വൈറസ് പടർന്നു പിടിച്ചിരിക്കുന്നു. കൃത്യം 6 മാസത്തിലെ കാര്യമെന്ന് ഓർക്കണം. ഓണം, ക്രിസ്മസ് എല്ലാം കഴിഞ്ഞു. 6 മാസമല്ല, 6-ൽ കൂടുതൽ മാസമുണ്ട്, 8 മാസത്തിന് അടുത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു അപൂർവമായ വൈറസ് രാജ്യത്തിനെയും ലോകത്തിനെയും പിടിച്ച് കുലുക്കുന്നു. 1 മാസത്തേക്ക് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാനുള്ള തീരുമാനമായി എന്ന് പറയും. വീണുടഞ്ഞില്ലേ എൻ്റെ സ്വപ്നങ്ങൾ. കോളേജിൽ അടിച്ചു പൊളിക്കുമായിരുന്നു ഞാൻ. അടിച്ചുപൊളി എന്ന് പറഞ്ഞാൽ അമ്മാതിരി അടിച്ചുപൊളി. അതിൻ്റെ കൂടെ ഈ ലിറ്ററേച്ചർ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാനും പറ്റുന്നുണ്ട്. അടിച്ചുപൊളി നടക്കുന്നുണ്ട്. ഇവന്മാരുടെ കൂടെ ഞാൻ അവിടുന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് പുറത്ത് ഫുഡൊക്കെ കഴിക്കാൻ പോകും. ടീച്ചേഴ്സിൻ്റെ കൂടെ അടിപൊളി. ബുക്സ് ഇഷ്ടം പോലെ വായിക്കാൻ പറ്റുന്നു. കോളേജ് ലൈബ്രറി അപ്പോഴത്തേക്കും കുറച്ചുകൂടെ അവർ ബുക്സൊക്കെ കൊണ്ടുവന്നു. ഹാരി പോട്ടറിൻ്റെ എല്ലാ സീരീസും കൊണ്ടുവച്ചു. എല്ലാം കഴിഞ്ഞു. അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യത്തെ കുറച്ച് ദിവസം എനിക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഞാൻ വീട്ടിലെ കുക്കിംഗ് എല്ലാം ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ ഒക്കെ നിന്ന് അപ്പോഴാണ് ഈ കുക്കിങ്ങൊക്കെ ഇമ്പ്രൂവ് ആയത്, അപ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ ചെയ്തൊക്കെ നിന്നു. പിന്നെ ഒരു മിനിറ്റ്.